ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ മുട്ടക്കറി, മീൻകറി, സാമ്പാർ ഇതൊക്കെ നമുക്ക് പല രീതികളിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനെടുത്തേക്കുന്ന സാധനങ്ങൾ 3 മുട്ട പുഴുങ്ങണം, പുഴുങ്ങിയതല്ല, പുഴുങ്ങാൻ വയ്ക്കണം. ഒരു പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ചെറിയ ഉള്ളി, ഉരുളൻകിഴങ്ങ് 2 ചെറിയ ഉരുളൻകിഴങ്ങ്, പിന്നെ ഇവിടെ ഒരു തക്കാളി, 2 ചെറിയ സവാള അരിഞ്ഞത്, പിന്നെ തേങ്ങയ്ക്കകത്ത് കുരുമുളക്, പിന്നെ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വറുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങാം, ഉരുളൻകിഴങ്ങും വേവിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങ വറുത്തെടുക്കണം, അങ്ങ് മൂക്കണ്ട. അപ്പോൾ നമുക്ക് ഈ പാനകത്തോട്ട് വറുക്കാനുള്ള തേങ്ങ ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ ആ ചെറിയ ഉള്ളിയും കൂടി ഇടാം. ഒന്ന് പച്ചയൊന്ന് മാറി വന്നാൽ മതി. നമുക്കിതൊന്ന് തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് ഒരുപാടങ്ങ് മൂക്കണ്ട, അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. നിങ്ങളുടെ എരിക്കനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഒരുപാട് ഇവിടെ എരി കുറച്ച് മതി. ഞാൻ 1 സ്പൂണിനടുത്ത് മുളക് പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും കൂടി എടുക്കുക. നമ്മൾ മുട്ടക്കറിക്കൊക്കെ നിങ്ങൾ ആവശ്യത്തിനിടുന്ന എത്രയാണെന്ന് വെച്ചാൽ അതേ കണക്ക് പൊടികൾ ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കിയിട്ട് ഇത് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടണ്ടേ മുട്ടക്കറിക്ക് ആവശ്യമായ. അപ്പോൾ ഇനി നമുക്ക് അത് നോക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയാണ്. പാത്രം ചൂടാവട്ടെ. ഇപ്പം പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുകിടാം. കടുക് ഇട്ടിട്ടുണ്ട്. 2 ഉലുവയും കൂടി ഇടാം. ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി ഞാൻ ഉള്ളി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇടണ്ടായിരുന്നു ആദ്യമേ, ഞാൻ വിട്ടുപോയി. ഇപ്പോൾ ഇഞ്ചിയും കൂടി ഇതിനകത്തൊന്ന് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതേ വിട്ടുപോയി. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പം ആദ്യം ഇഞ്ചി അങ്ങ് ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതേ ഞാനങ്ങ് വിട്ടുപോയതാണ്. കുഴപ്പമില്ല. ഉപ്പൂടി ഇട്ടിട്ടുണ്ട്. ഇനി പച്ചമുളകും തക്കാളിയും കൂടെ ഇടാം. തക്കാളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. നന്നായിട്ട് വാടട്ടെ. ഉള്ളിയും തക്കാളിയും വാടുമ്പോഴത്തേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന നന്നായിട്ട് അരച്ചിട്ട് വരാം. ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങിൽ അതിൽ നിന്ന് കുറച്ച് ഉരുളൻകിഴങ്ങ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കണം. ഞാൻ ഇത്രയും ഉരുളൻകിഴങ്ങ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാൻ പോവുകയാണ്. ഉള്ളി ഇവിടെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിനകത്തോട്ട് ചേർക്കാം. അരപ്പിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം. ഞാനാണെങ്കിൽ തിളപ്പിച്ച അറിയ വെള്ളം മാത്രമേ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഞാൻ ഒഴിക്കത്തുള്ളൂ, പച്ചവെള്ളം ചേർക്കത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് ചേർക്കാം.
അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബാക്കി ഉരുളൻകിഴങ്ങ് ഇതിനകത്തോട്ട് ചേർക്കാം. ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ പാകമാണെന്നൊന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർക്കാം. മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഞാൻ പാകമാണെന്നൊന്ന് നോക്കി. ഉപ്പൊക്കെ പാകത്തിനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ വെച്ച് നോക്കി നന്നായെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ മുന്നിലോട്ട് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഒരു ദിവസവും കൂടെ ഉണ്ടാക്കി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മുട്ടക്കറി ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചേക്കുന്ന ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. അതോടെ ഇതിനകത്തോട്ടിടാം. അപ്പോൾ ഇത് നിങ്ങളോട് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ, പെറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം, ദോശ എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം. എനിക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.